ഹായ് ഓൾ, കേട്ടറ്റിൻ്റെ ഇപ്രാവശ്യത്തെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. വൈകാതെ തന്നെ റെക്ടിഫൈഡ് ആൻസർ കീയും റിസൾട്ടുകളൊക്കെ വരും. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ധാരണ വന്നിട്ടുണ്ടായിരിക്കും ക്വാളിഫൈങ് മാർക്ക് നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അഥവാ ക്വാളിഫൈങ് മാർക്ക് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ സമയം കളയാതെ പെട്ടെന്ന് തന്നെ അടുത്ത സ്ട്രെച്ചിലുള്ള കേട്ടറ്റിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം നിർബന്ധമായിട്ട്. അപ്പോൾ ഒരു പുതിയ ആളാണെങ്കിലും അല്ലെങ്കിൽ കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് എക്സാം, എന്താണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കണം. കേട്ടറ്റിൻ്റെ മാത്തമാറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ മാത്തമാറ്റിക്സ് കേട്ടറ്റിൻ്റെ എല്ലാ കാറ്റഗറികളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ്. K1-നും K2-നും 30 മാർക്കോളം മാത്തമാറ്റിക്സിൻ്റെ പാർട്ടിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതിൽ മാത്തമാറ്റിക്സിൻ്റെ സബ്ജക്റ്റും വരും, അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൻ്റെ പെഡഗോജി പാർട്ടും വരും. അപ്പോൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും കേട്ടറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് തൊട്ട് മുമ്പേ നടന്ന കേട്ടറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് സബ്ജക്റ്റിൻ്റെ ട്രെൻഡും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇന്ന് കേട്ടറ്റിൻ്റെ K1 കാറ്റഗറിയിൽ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ട് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉണ്ടാകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. അതിലൂടെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിരിക്കും എങ്ങനെയാണ് കേട്ടറ്റിൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് തുടങ്ങാം, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്ക്. ചിത്രത്തിൽ കോൺ വൈയുടെ അളവെന്ത്? ഇതേത് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ഞാൻ ആദ്യം പറയാം. ഇത് ബന്ധപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലീനിയർ പെയർ, രേഖീയ ജോഡികൾ എന്ന് പറയുന്ന ആശയം. അതായത് നമ്മളൊരു വര വരച്ചു, ആ വരയെ കട്ട് ചെയ്യുന്ന 1, 2, 3 വരകൾ ഞാൻ വരച്ചാൽ ഇവിടെ കുറേ കോണുകൾ ഉണ്ടാവുന്നുണ്ടല്ലോ. ഒരു കോണിതാ, ഇയാളിത് രണ്ടാമത്തെ കോണ്, ഇയാൾ മൂന്നാമത്തെ കോണ്. ഒരു വരയിലെ കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ലീനിയർ പെയേഴ്സ്, രേഖീയ ജോഡികൾ എന്നൊക്കെ അതിനെ നമ്മൾ വിളിക്കാറുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഒരു വരയിലുണ്ടാകുന്ന കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ആ ഐഡിയ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വരയിൽ 3 കോണുകൾ കാണിച്ചിട്ടുണ്ട്. ഒന്ന് 6y, 2y, അടുത്തത് 2y. നമുക്കറിയാം ഒരു വരയിലുണ്ടാകുന്ന കോണുകളുടെ എല്ലാം തുക 180 ഡിഗ്രിയാണ്. ഇതിൽ നിന്ന് വൈയുടെ അളവ് കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ കയ്യിലുള്ള ആശയം എന്തായാലും ഈ 3 കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രി ഉറപ്പായിട്ടും കിട്ടും. അപ്പം ആ 3 എണ്ണം കൂടെ കൂട്ടി നോക്കാം. 6y + y + 2y = 180. അതാണ് നമ്മുടെ ആശയം. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എന്താ? 6y-യും 1y-യും കൂട്ടിയ 7y, 7y-യും 2y-യും കൂട്ടിയ 9y, 9y = 180 എന്ന് കിട്ടുന്നുണ്ട്. Therefore y എന്താ കിട്ടുക? ഗുണിക്കണം 9 അങ്ങോട്ട് എടുക്കുമ്പോൾ 180 ഹരിക്കണം 9. 180-ൽ എത്ര 9? 18-ൽ 2 9. അപ്പം 180-ൽ 29. അപ്പോൾ വൈയുടെ അളവ് 20 ഡിഗ്രി, ഓപ്ഷൻ സി. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമുക്കറിയാവുന്ന ആശയം, ഒരു വരയിൽ ഉണ്ടാകുന്ന കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രിയാണ്. അപ്പം ഇത് ഒരു വരയിൽ ഉണ്ടാകുന്ന 3 കോണുകളാണ്. ഇവരുടെ തുക 180 ഡിഗ്രി ആയിരിക്കണം. 6y-യും y-യും 2y-യും കൂട്ടിയാൽ 180 കിട്ടണം. 6y-യും y-യും കൂട്ടിയാൽ 7y, 7y-യും 2y-യും കൂട്ടിയാൽ 9y, 9y 180 എന്ന് കിട്ടി. അപ്പോൾ y എന്താ? ഗുണിക്കണം 9 സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഹരിക്കണം 9 ആകും. 180 ഹരിക്കണം 9, ഉത്തരം 20 ഡിഗ്രി. സെറ്റല്ലേ? അപ്പം ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവാറുള്ളത്. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. 3⁴ ഹോൾ റൈസ് ടു 5 ഇൻറ്റു 7⁻12 ഡിവൈഡഡ് ബൈ 7² ഹോൾ റൈസ് ടു 6 ഇൻറ്റു 9⁻10. ഇത് മാത്തമാറ്റിക്സിലെ എക്സ്പോണൻസ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ചോദ്യമാണ്. അത് നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് റൂളുകളുണ്ട്. എക്സ്പോണൻസിൻ്റെ റൂളുകൾ പഠിച്ചു വെച്ചാൽ സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എക്സ്പോണൻസിൻ്റെ റൂളുകൾ എങ്ങനെയാണ്? എൻ്റെ പവർ m ആണ്, എന്നിട്ട് അതിനൊരു പവർ n ഇട്ടാൽ ഇത് a⁻m × n എന്നാ വായിക്കും.
A⁻m ഹോൾ റൈസ് ടു n എന്ന് പറയുന്നത് A⁻m ഇൻറ്റു n. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 2�3 ഹോൾ റൈസ് ടു 4 വന്നാൽ ഇതിനെ നമുക്ക് 2�3× 4 അഥവാ 2�12 എന്ന് എഴുതാം. ഈ റൂളാണ് അവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് നോക്കാം. നമുക്ക് എന്താ ചോദ്യത്തിൽ തന്നത്? 3⁴ ഹോൾ റൈസ് ടു 5, അതിനെ നമുക്ക് 3⁴ ഇൻറ്റു 5 എന്ന് എഴുതാം. ഇൻറ്റു 7⁻12 ബൈ താഴെ 7⁻2 ഹോൾ റൈസ് ടു 6നെ 7⁻2 ഇൻറ്റു 6 എന്ന് എഴുതാം. ഇൻറ്റു 9⁻10 ചെയ്ത് നോക്കാട്ടോ, ശ്രദ്ധിച്ചു. 3⁴ ഇൻറ്റു 5നെ നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ള കാര്യം നോക്ക്. 3⁴ ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു ഇവിടെ ഒരു 7⁻12 ഉണ്ട് ബൈ താഴെ 7⁻12 ഇൻറ്റു 9⁻10. ഈ 7⁻12ഉം 7⁻12ഉം വെട്ടി ബാക്കി ഉണ്ടാവുക മുകളിൽ 3⁻20. താഴെ 9നെ ഞാൻ 3² എന്ന് എഴുതിയാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ 3² ഹോൾ റൈസ് ടു 10 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടുക 3⁻20 ഡിവൈഡഡ് ബൈ 3² ഹോൾ റൈസ് ടു 10 എന്താ? 3⁻2 ഇൻറ്റു 10 3⁻20. രണ്ടാളും വെട്ടിപ്പോയ ഉത്തരം കിട്ടുന്നു 1. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് ഐഡിയ. ഒന്നും കൂടെ പറയാം, ചെയ്തതൊക്കെ ഒന്നും കൂടെ പറയാം. പവറുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഞാൻ പറയുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കും. നമുക്കിവിടെ വേണ്ട ഒരേ ഒരു കോൺസെപ്റ്റ് എക്സ്പൊണൻസ് എന്ന് പറയുന്ന ഭാഗത്തിൽ മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന ഒരു റിസൾട്ടാണ്. A⁻m ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ A⁻m ഇൻറ്റു n. അപ്പം 2�3 ഹോൾ റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ 2�3 ഇൻറ്റു 4, ദാറ്റ് ഈസ് 2�12. അതേപോലെയാണ് ചോദ്യത്തിൽ വരുന്നത് 3⁴ ഹോൾ റൈസ് ടു 5 എന്തായിരിക്കും? അപ്പം 3⁴ ഹോൾ റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ 3⁴ ഇൻറ്റു 5 ഇൻറ്റു 7⁻12 ഡിവൈഡഡ് ബൈ താഴെ 7² ഹോൾ റൈസ് ടു 6 എന്ന് പറഞ്ഞാൽ 7⁻2 ഇൻറ്റു 6 ഇൻറ്റു 9⁻10. ഞാൻ 9നെ 3² ഇവിടെ തന്നെ അങ്ങോട്ട് എഴുതുക. എന്തിനാന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വെട്ടിക്കളയാനാ. അപ്പം 9നെ ഞാൻ 3² ഹോൾ റൈസ് ടു 10 എന്ന് എഴുതി, കുഴപ്പമില്ല. ഇനി നോക്കാം മുകളിൽ 3⁻4 20 ഇൻറ്റു 7⁻12 ബൈ താഴെ 7⁻2 ഇൻറ്റു 6 12 ഇൻറ്റു 3⁻2 അല്ലെങ്കിൽ 3² ഹോൾ റൈസ് ടു 10 3⁻2 ഇൻറ്റു 10 20 കിട്ടുന്നു. ഇതും ഇത് വെട്ടി ഇയാൾ രണ്ടാളും വെട്ടി ബാക്കി ഉണ്ടാവുക 1. വെട്ടിയിട്ട് ആരും ഇല്ലെങ്കിൽ ഉത്തരം 1 കിട്ടുക. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സെറ്റല്ലേ? ഇയാളാണ് പരിപാടി. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഗണിതമല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് ചുറ്റിലുമുള്ളതെല്ലാം ഗണിതമാണ്. നിങ്ങൾക്ക് ചുറ്റിലുള്ളതെല്ലാം സംഖ്യകളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ഇത് ശകുന്തളാദേവിയുടെ വാക്കുകളാണ്. ശകുന്തളാദേവി. അപ്പം എങ്ങനെയാ പഠിക്കുക? കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലെയും പുറത്തുള്ള മാത്തമാറ്റീഷ്യൻസിൻ്റെ കോട്ടുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടി വരും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം. സെറ്റ്. അടുത്ത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു കലണ്ടറിലെ അക്കങ്ങൾ ആകാവുന്നത് ആരെല്ലാം? എടാ, കലണ്ടറിലെ അക്കങ്ങൾ എങ്ങനെയാ ഉണ്ടാവുക? നോക്ക്, ഇത് കലണ്ടറിലെ അക്കാണോ? 10 കഴിഞ്ഞാൽ 11. ശരിയാ. കലണ്ടറിലെ താഴത്തെ അക്കം വരണമെങ്കിൽ 7 ദിവസം കഴിയണം. 10 കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞാലാണോ 12 വരിക? അല്ല, ഇത് കലണ്ടറിലെ അക്കമല്ല. എടാ, കലണ്ടറിലെ അക്കം എങ്ങനെയാ വരിക? ഒന്ന് ആലോചിച്ച് നോക്ക്. കലണ്ടറിലെ 4 അക്കങ്ങൾ വരുന്ന ടെൻഡൻസി ഞാൻ പറഞ്ഞു തരാം, ശരിക്കും ശ്രദ്ധിച്ചോ. ഇതൊരു തിങ്കളാഴ്ചയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് നോക്കട്ടോ. ഇതൊരു മൺഡേ, ഇയാളൊരു ട്യൂസ്ഡേ ആണെന്ന് വിചാരിക്കുക. മൺഡേ 5-ാം തീയതിയാണ്. അപ്പം ട്യൂസ്ഡേ 6-ാം തീയതിയാണ്. ഈ താഴെ വരുന്നത് അടുത്ത മൺഡേ. അടുത്ത മൺഡേ എന്ന് പറഞ്ഞാൽ 5നോട് 7 കൂട്ടണം, 12-ാം തീയതിയാണ് വരിക. ഇവിടെ 13-ാം തീയതി. ഇങ്ങനെയാണ് കലണ്ടറിലെ സ്ട്രക്ചർ നടക്കുക. അപ്പോൾ ഒന്നാമത്തെ കലണ്ടർ അല്ല. കാരണം 10 കഴിഞ്ഞ് താഴെ വരേണ്ടത് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് 17-ാം തീയതി അവിടെ വരേണ്ടത്. ഇത് കലണ്ടറിൻ്റെ ആണോ? 21 കഴിഞ്ഞ് താഴെ വരേണ്ടത് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ആളാണ്. 21നോട് ഒരാഴ്ച കൂട്ടി 28 വരേണ്ടത്. അപ്പം ഇതുമല്ല. 8, 9 ഇയാളും കലണ്ടർ അല്ല. 13, 20 ഇത് കലണ്ടറാ. 13 കഴിഞ്ഞു, 14 ഇവിടെ. 13ന്റെ താഴെയുള്ള ആൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വരേണ്ടത്. 13നോട് 7 കൂട്ടിയ 20, പിന്നെ 21. അപ്പം ഇയാളാണ് കലണ്ടറിലെ 4 അക്കങ്ങൾ.
അപ്പോൾ ഒരു കലണ്ടറിലെ അക്കങ്ങളാകാവുന്നത് ആരാന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അടുത്തത്, ഒരു കുട്ടി കുറേ ത്രികോണങ്ങൾ വരച്ച് കോണുകൾ അളന്ന് തുക കണ്ടുപിടിച്ച് ശേഷം ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ തുക 180 ഡിഗ്രി എന്ന നിഗമനത്തിലെത്തുന്നു. ഗണിത പഠനത്തിലെ ഏത് രീതിയാണ് ഇത്? ഇത് ചോദിക്കുന്നത് മാത്തമാറ്റിക്സിന്റെ പെഡഗോജി ഭാഗത്തു നിന്നുള്ള ചോദ്യമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്താ ചോദ്യത്തിൽ ഉദ്ദേശിച്ചത്? ഒരു കുട്ടി പല ടൈപ്പിലുള്ള ത്രികോണം എടുത്തു. ഒരു ചെറിയ ത്രികോണം എടുത്തു, ഒരു വലിയ ത്രികോണം എടുത്തു, ഒരു മീഡിയം സൈസിലുള്ള ത്രികോണം എടുത്തു, കുറച്ചും കൂടെ വലിയ ത്രികോണം എടുത്തു, അതിനേക്കാളും ചെറിയ ത്രികോണം എടുത്തു, പറ്റ ചെറിയ ത്രികോണം എടുത്തു. ഏത് ത്രികോണങ്ങളിലെയും കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രിയാണ് കിട്ടുന്നത് എന്നുള്ള അനുമാനത്തിൽ കുട്ടിയെത്തി. അതായത് കുറേ എക്സാമ്പിൾസ് എടുത്ത് ജനറലൈസേഷനിലേക്ക് പോകുന്നു. ഈ രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആഗമന രീതി, ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് വിളിക്കും. അതായത് എക്സാമ്പിൾസിലൂടെ പോയി ജനറലൈസേഷനിലേക്ക് എത്തുക. ഈ രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആഗമന രീതി. ആദ്യത്തെ ട്രയാങ്കിൾ എടുത്തു, തുക 180. അതിനേക്കാൾ വലിയ ട്രയാങ്കിൾ എടുത്തു, തുക 180. അതിൻ്റെ ഇടയിലുള്ള ഒരു ട്രയാങ്കിൾ എടുത്തു, തുക 180. അങ്ങനെ കുറേ എക്സാമ്പിൾസിലൂടെ നമ്മളൊരു ജനറലൈസേഷനിലേക്ക് എത്തി. ഏത് ത്രികോണത്തിൻ്റെയും കോണുകളുടെ തുക 180 ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആഗമന രീതി അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് മെത്തേഡ്. ദെർഫോർ ഉത്തരം കിട്ടി. ആഗമന രീതിയാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത്, സിദ്ധാന്ത ശിരോമണി എന്ന ഗണിത കൃതി എഴുതിയതാരാ? അപ്പൊ ഞാൻ പറഞ്ഞു ഫേമസ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യൻസും അവരുടെ ഫേമസ് ആയിട്ടുള്ള കൃതികളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടി വരും. സിദ്ധാന്ത ശിരോമണി എന്ന് പറയുന്ന മാത്തമാറ്റിക്സിന്റെ ഫേമസ് ആയിട്ടുള്ള കൃതി എഴുതിയത് ഭാസ്കരാചാര്യ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ നിർബന്ധമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കേണ്ടി വരും എന്നുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അടുത്ത ചോദ്യം, 8ന്റെ ഘടകങ്ങളുടെ വിൽക്രമങ്ങളുടെ തുക എന്താ? അപ്പൊ ഇവിടെ 2 കാര്യങ്ങൾ അറിയണം. 8ന്റെ ഘടകങ്ങൾ അറിയണം, അവയുടെ വിൽക്രമങ്ങളും അറിയണം. അപ്പൊ ചെയ്തു നോക്കാം. എന്താ 8ന്റെ ഘടകങ്ങൾ? ഘടകങ്ങൾ ആദ്യം പറയാം. 8ന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? 8ന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ അല്ലെങ്കിൽ 8നെ നിശേഷം ഹരിക്കാൻ പറ്റാവുന്ന സംഖ്യകളാണ് 8ന്റെ ഘടകങ്ങൾ. 1 8ന്റെ ഘടക, കാരണം 8നെ 1 കൊണ്ട് നിശേഷം ഹരിക്കാം. 2 8ന്റെ ഘടക, കാരണം 2നെ 8 കൊണ്ട് നിശേഷം 8നെ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. 3 8ന്റെ ഘടകമാണോ? അല്ല, 8നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 4 8ന്റെ ഘടകമാണോ? ആണ്, 8നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാം. 5 8ന്റെ ഘടകമല്ല, 6 8ന്റെ ഘടകമല്ല, 7 8ന്റെ ഘടകമല്ല, 8 8ന്റെ ഘടക, കാരണം 8നെ ഈ സംഖ്യകൾ കൊണ്ടൊക്കെ നിശേഷമായിട്ട് ഹരിക്കാം. അപ്പൊ 8ന്റെ ഘടകങ്ങൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 8നെ നിശേഷം ഹരിക്കാൻ പറ്റാവുന്ന സംഖ്യകളെയാണ് നമ്മൾ 8ന്റെ ഘടകങ്ങൾ എന്ന് വിളിക്കുക. അപ്പൊ 8ന്റെ ഘടകങ്ങൾ 4 എണ്ണമാണ്. 1 2 4 8. ഇനി നമുക്കറിയേണ്ടത് അവയുടെ വിൽക്രമങ്ങൾ ആരാന്നറിയണം. എടാ, വിൽക്രമം എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ റെസിപ്രോക്കൽ, തല തിരിച്ചിടുക. 1 എന്ന് പറഞ്ഞാൽ 1/1 ശരിക്ക്. 2 എന്ന് പറഞ്ഞാൽ ശരിക്ക് 2/1. 4 എന്ന് പറഞ്ഞാൽ ശരിക്ക് 4/1. 8 എന്ന് പറഞ്ഞാൽ ശരിക്ക് 8/1. അപ്പൊ ഇവരുടെ വിൽക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ തല തിരിച്ചിടുന്നതിനെയാണ് വിൽക്രമം, റെസിപ്രോക്കൽ എന്ന് പറയാ. 1/1 തല തിരിച്ചിട്ടാ 1/1 തന്നെ. 2/1 തല തിരിച്ചിട്ടാ 1/2. 4/1 തല തിരിച്ചിട്ടാ 1/4. 8/1 തല തിരിച്ചിട്ടാ 1/8. അപ്പൊ ഇവരുടെ വിൽക്രമങ്ങളുടെ തുക കണ്ടെത്താനാ പറഞ്ഞത്. അതായത് കൂട്ടേണ്ടത് 1/1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8. ഇതാണ് വിൽക്രമങ്ങളുടെ തുക. എങ്ങനെ തുക കാണുക? ഇവരെല്ലാവരും കൂടെ കൂട്ടാനുള്ള എളുപ്പ വഴി, നിങ്ങൾ 1 2 4 8 ഇവരുടെ LCM കാണുക. 1ന്റെയും 2ന്റെയും 4ന്റെയും 8ന്റെയും LCM ലസാഗു ആരാ? ഇവരുടെ ലസാഗു LCM എന്ന് പറഞ്ഞാൽ 8 ഇവരുടെ ലസാഗു LCM. ഇനി ചെയ്യേണ്ടത് എല്ലാവരെയും 8 കൊണ്ട് ഗുണിക്കുക. 1/1 ഇൻറ്റു 8, 1/2 ഇൻറ്റു 8, 1/4 ഇൻറ്റു 8 പ്ലസ് 1/8 ഇൻറ്റു 8 എന്നിട്ടൊരു ഹോൾ ഡിവൈഡഡ് ബൈ 8 ഇട്ട് കൊടുക്കുക. ഇതാണ് അതിൻ്റെ മെത്തേഡ്.
ഓക്കെ, ഇനി ചെയ്ത് നോക്കാം. 1 8 8, 2 1 2, 8 4 2, 4 1 4, 8 2 4, 8 8 വെട്ടി. അപ്പോൾ ബാക്കിയുള്ളത് 1 8 8 പ്ലസ് 1 4 4 പ്ലസ് 1 2 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 8 കൂട്ടി എത്രയാ? 8 4 12, 12 2 14, 14 1 15, 15/8 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് കറക്റ്റ് വേ. 8ന്റെ ഘടകങ്ങളുടെ വിൽക്രമം. അപ്പൊ 8ന്റെ ഘടകങ്ങൾ 1 2 4 8, അതിന്റെ വിൽക്രമം 1/1 1/2 1/4 1/8, അതെല്ലാം കൂടെ കൂട്ടിയാ കിട്ടുക 15/8 ആണ് ഉത്തരം. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. റെഡിയാണ്, ഓക്കെ ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കും. അടുത്ത ചോദ്യം, 245 നിന്നും ഏത് സംഖ്യ കുറച്ചാലാണ് 378 കിട്ടുക? അപ്പൊ എന്താ? 245 നിന്നും ഏതോ ഒരു സംഖ്യ കുറയ്ക്കണം. ആരാന്ന് നമുക്കറിയില്ല. ആ സംഖ്യക്ക് എക്സ് എന്ന് പേരിട്ട് കൊടുക്കാം. അപ്പൊ 245 നിന്നും എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യ കുറച്ചാൽ 378 കിട്ടും. എക്സ് കണ്ടെത്തണം. ഐഡിയ പഠിച്ചോ. -xന് ഇങ്ങോട്ടും 378ന് ഇങ്ങോട്ടും കൊടുക്കുക. അപ്പൊ ഇവിടെ ഓൾറെഡി 245 ഉണ്ട്. അവിടുന്ന് ഒരു പ്ലസ് 378 ഇങ്ങോട്ട് വരുമ്പോൾ -378. ഇവിടുത്തെ -x അങ്ങോട്ട് പോകുമ്പോൾ +x ആവും. അപ്പൊ എക്സിന്റെ വില കാണാൻ 245 378 കുറച്ചാൽ മതി. ആദ്യം 378 245 കുറച്ചാൽ എത്രയാ നോക്ക്. 8 5 പോയാൽ 3, 7 4 പോയാൽ 3, 3 2 പോയാൽ 1. 245 378 കുറച്ചാൽ നമുക്കറിയില്ല. പക്ഷെ 378 245 കുറച്ചാൽ 133. അപ്പൊ 245 378 കുറച്ചാൽ -133 കിട്ടുക. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേ? ഇതാണ് ഐഡിയ. അടുത്ത ചോദ്യം, ഒരു മട്ടത്രികോണത്തിന്റെ ഏറ്റവും വലിയ വശത്തിന്റെ നീളം 13 സെന്റിമീറ്ററും ഏറ്റവും ചെറിയ വശത്തിന്റെ നീളം 5 സെന്റിമീറ്ററും ആണെങ്കിൽ ത്രികോണത്തിന്റെ പരപ്പളവ് എത്ര? തുടങ്ങാം. ഒരു മട്ടത്രികോണം എടുക്കുകയാണെങ്കിൽ അതിൽ ആ ചെരിഞ്ഞ് വരച്ചിരിക്കുന്ന ആൾ, മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോണ് 90 ഡിഗ്രി ആയിട്ടുള്ള ത്രികോണത്തിനെയാണ് മട്ടത്രികോണം എന്ന് വിളിക്കുക. അപ്പോൾ ഒരു മട്ടത്രികോണത്തിൽ ആ ചെരിഞ്ഞ് വരച്ചിരിക്കുന്ന ആളെയാണ് നമ്മൾ കർണം എന്ന് വിളിക്കുക. താഴത്തെ സൈഡിനെയാണ് നമ്മൾ പാദം എന്ന് വിളിക്കുക. മുകളിലെ സൈഡിനെയാണ് നമ്മൾ ലംബം എന്ന് വിളിക്കുക. ഒരു മട്ടത്രികോണത്തിൽ കർണമായിരിക്കും ഏറ്റവും വലിയ വശം. അപ്പൊ ഏറ്റവും വലിയ വശം 13 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ കർണം 13 ആന്ന് കിട്ടി. ഏറ്റവും ചെറിയ വശം ചിലപ്പോൾ പാദമായിരിക്കും. അപ്പൊ പാദത്തിന് 5 കൊടുത്തു. നമ്മളോട് കാണാൻ പറഞ്ഞത് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനാ. ത്രികോണത്തിന്റെ പരപ്പളവ് കാണണമെങ്കിൽ ലംബം കൂടെ കാണണം. അതിന് പൈതഗോറസ് തിയറം ഓർമ്മ വേണം. പൈതഗോറസ് തിയറം അറിയാത്തോല് പഠിച്ചോ. ലംബം സ്ക്വയർ കാണാനുള്ള പൈതഗോറസ് തിയറം കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. കർണം സ്ക്വയർ എത്രയാ? 13 സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ എത്രയാ? 5 സ്ക്വയർ. 13ന്റെ സ്ക്വയർ 169, 5ന്റെ സ്ക്വയർ 25. 169 25 കുറച്ചാൽ കിട്ടുക 144. ലംബത്തിന്റെ സ്ക്വയർ 144 ആണെങ്കിൽ ലംബം ആരാ? ആരുടെ സ്ക്വയറാ 144? 12ന്റെ സ്ക്വയറാ. അപ്പൊ ലംബം കുത്തനെ നിൽക്കുന്ന ആള് കിട്ടി 12. ഇനി നമുക്ക് കാണേണ്ടത് ഏരിയ, പരപ്പളവല്ലേ. ഏരിയ കാണാനുള്ള ഇക്വേഷൻ അര BH ആണ്. അര ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ പാദം, അത് 5, ഇൻറ്റു H എന്ന് പറഞ്ഞാൽ ഉയരം, അത് 12. അപ്പൊ അര ഇൻറ്റു 12 ഇൻറ്റു 5 എത്രയാ? 60. അര ഇൻറ്റു 60, 60ന്റെ അര 30. അപ്പൊ ഇവരുടെ പരപ്പളവ് കിട്ടി 30. ഓപ്ഷൻ ഡി. ഇതൊക്കെ പഠിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. ശ്രദ്ധിക്കണം. സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാൻ. അടുത്തത്, ക്ലാസ് മുറിയിൽ ഗണിത ഗെയിമുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രയോജനം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? സമയം ചിലവഴിക്കൽ, ഗണിതാശയങ്ങൾ ഉറപ്പാക്കൽ, മത്സര ബുദ്ധി സൃഷ്ടിക്കൽ, പാഠഭാഗങ്ങൾ പെട്ടെന്ന് തീർക്കുന്നത്. എങ്ങനെ ഉത്തരം എഴുതുക? നിങ്ങളുടെ യുക്തിക്കനുസരിച്ച്, നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് ഉത്തരം എഴുതുക. ക്ലാസ് മുറിയിൽ ഗണിത ഗെയിമുകൾ ചെയ്യുന്നതിൻ്റെ പ്രധാന പ്രയോജനം ഗണിത ആശയങ്ങൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ സമയം പോക്കാനോ മത്സര ബുദ്ധി സൃഷ്ടിക്കാനോ പാഠഭാഗങ്ങൾ പെട്ടെന്ന് തീർക്കാനോ ഒന്നുമല്ല. ഗണിതത്തിന്റെ ആശയങ്ങളിൽ കുട്ടികളിൽ കറക്റ്റായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമോ എന്ന് ചോദിക്കും. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും.
ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. ഈ രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. അപ്പം ഇതൊന്ന് നോക്കണം. അപ്പം ഏത് ടൈപ്പിലാണ് ചോദ്യം വരിക എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അടുത്ത്, ഗണിത ഗവേഷണത്തിനും പ്രോത്സാഹനത്തിനും നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരം. ഗണിതത്തിൻ്റെ കുറച്ച് ഐഡിയാസ് ഒക്കെ വേണം, ജനറൽ നോളജ്. ഗണിത ഗവേഷണത്തിനും പ്രോത്സാഹനത്തിനും നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരം ഏതാ? ഫീൽഡ് മെഡലാ, നോബൽ പ്രൈസ് അല്ല, പത്മശ്രീ അല്ല, ഫാൽക്കെ അവാർഡ് അല്ല. ഏറ്റവും ഉന്നതമായിട്ടുള്ളത് ഏതാണ്? ഫീൽഡ് മെഡലാണ്. ഇതാണ് ആശയം. അപ്പൊ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. ഈ രീതിയിലൊക്കെയാണ് നമുക്കുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുള്ളത്, കാണാറുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയം തോന്നും, സാർ ഇതൊന്നും കണക്റ്റ് ആവുന്നില്ല, എങ്ങനെ ഈ സാധനങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളൊരു ഡൗട്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നും. അപ്പം ആദ്യമേ ഞാൻ പറയാം, ഇങ്ങനെയൊക്കെയാണ് മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള ഏകദേശ ധാരണ നിങ്ങൾക്കായല്ലോ. ഇനി ഇത് പഠിക്കാൻ ഇതേ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കണം. ജിയോമെട്രിയിൽ നിന്ന് വരും, ആൾജിബ്രയിൽ നിന്ന് വരും, അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ കടന്നു വരും. അങ്ങനെയുള്ള ചോദ്യങ്ങൾ പഠിക്കണമെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ ബേസ് ലെവൽ മുതൽ കാര്യങ്ങൾ പഠിച്ച് വൃത്തിയായിട്ട് പോകണം. ഈ ചെയ്ത ചോദ്യങ്ങളെല്ലാം കുറച്ചും കൂടെ വേഗത്തിൽ ചെയ്യാനുള്ള ട്രിക്കുകളും പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് തുടക്കം മുതൽ പഠിച്ചു പോകണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് സൈലം ടീച്ചിങ് എക്സാം കേട്ടറ്റിൻ്റെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2026 കേട്ടറ്റിൻ്റെ അപ്കമിങ് ബാച്ചുകൾ കേട്ടറ്റ് 1, കേട്ടറ്റ് 2, കേട്ടറ്റ് കാറ്റഗറി 3 മാത്സ്, ഇംഗ്ലീഷ് ഈ സബ്ജക്റ്റുകളുടെ ലൈവ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. കേട്ടറ്റ് 1ൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സിൻ്റെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. കേട്ടറ്റ് കാറ്റഗറി 2ലെയും എല്ലാ എക്സാമിൻ്റെയും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായും. കേട്ടറ്റ് കാറ്റഗറി 3ലേക്ക് വരികയാണെങ്കിൽ മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും മാത്രം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാച്ച് ഏപ്രിൽ 1 ആരംഭിക്കുന്നത്. കേട്ടറ്റാണ് എന്ന് വിചാരിച്ചിട്ട് വെറുതെ വിടണ്ട, തുടക്കം മുതൽ പഠിച്ചു പോയാൽ നിങ്ങളുടെ കാര്യം കിട്ടും. അപ്പം ഇനി ഇപ്പോൾ BEd അവസാന ഇയറായിട്ട് നിൽക്കുന്നവരും കേട്ടറ്റ് മാർക്ക് നേടാൻ പറ്റാത്തവരുമായിട്ടുള്ള ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുതിയ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക. പെട്ടെന്ന് തന്നെ നോക്കുകയാണെങ്കിൽ 2027 അവസാന ഭാഗത്തേക്ക് അല്ലെങ്കിൽ 2027 വരാൻ സാധ്യതയുള്ള LP UP എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കേട്ടറ്റ് 1ഉം കാറ്റഗറി 2ൻ്റെയും നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക, കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് തുടങ്ങുക. ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ LP UP എക്സാമിൻ്റെ പ്രിപ്പറേഷനും അത് ഉപകാരമായിരിക്കും. അപ്പോൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏപ്രിൽ 1 കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഇതേപോലെ K2ൻ്റെയും K3യുടെയൊക്കെ മാത്തമാറ്റിക്സിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഞാൻ നിർത്തുന്നു. താങ്ക് യു.